കേതർക്കാന്ത ട്രക്കിങ്ങിന്റെ ഫസ്റ്റ് ചൂസാണ്. രാവിലെ തന്നെ റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ വ്യൂ ആണ്. എന്റെ പൊന്നോ കിടിലം വ്യൂ ആയിരുന്നു. എന്നിട്ട് നേരെ പല്ല് വെച്ച് ആലുപൊറോട്ട ആലുപൊറോട്ടയും അച്ചാറും ചായ, എന്നിട്ട് ബാഗ് ഒക്കെ എടുത്ത് നേരെ ട്രക്കിങ്ങിന് പോണാണ്. ഒരു വണ്ടിക്ക് 1 കിലോമീറ്റർ ട്രാവൽ ചെയ്യണം. അവിടെ നിന്നാണ് ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യണത്. പോണ വഴിക്കൊക്കെ കിടിലം വ്യൂ ആണ്ടാ. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഗൈഡ് ഇത്തിരി ക്ലാസ് ഒക്കെ എടുക്കും. എത്ര കിലോമീറ്റർ നടക്കാനുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുതരും. അത് ഇന്ന് നടന്ന് മണ്ണൊക്കെ ഇങ്ങനെ കണ്ടു തുടങ്ങിട്ടാ. ഇതാണ്ട ഗൈഡ്, 2 ഗൈഡ് ഉണ്ട്. ഈ നടന്ന് വന്നതാണ്ട അക്ഷയ് ബ്രോ. ഞങ്ങൾ അവിടെ വെച്ച് പരിചയപ്പെട്ടതാണ്. പുള്ളി സോളോ ട്രിപ്പ് അടിച്ചാണ്. ഞങ്ങൾ ഇപ്പൊ ഒരു സ്കോഡ് പോലെയായി. ഞങ്ങൾ പോണ വഴിയൊക്കെ മൊത്തം ആപ്പിൾ തോട്ടത്തിന്റെ അടുക്കുക പോണ. പക്ഷെ ഇലയൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ ഫീൽ കിട്ടൂല. ഫസ്റ്റ് ദിവസം ഇത്തിരി കൂള് നടക്കാണ്ട്. ഒരു 5 കിലോമീറ്റർ 6 കിലോമീറ്ററിന്റെ അടുത്ത് ഫസ്റ്റ് ദിവസം നടക്കണം. ടോണിന്റെ ഒക്കെ എനർജി അങ്ങോട്ട് തീർന്നു തുടങ്ങി. എന്നാലും സാരല്ല, കയറി അങ്ങോട്ട് പോണേണ്. കയറുമ്പോൾ മഞ്ഞിന്റെ അളവ് ഇങ്ങനെ കൂടി വരും കേട്ടോ. പിന്നെ മൊത്തം മഞ്ഞിലാവും. നല്ല രസമാണ്. പക്ഷെ പറയുമ്പോ ഒരു 5-6 കിലോമീറ്റർ ഉള്ളൂ. പക്ഷെ നടന്ന് അവിടെ എത്തുമ്പോ ഇത്തിരി ടൈം എടുക്കും. ഞങ്ങൾ എത്തിയപ്പോ ഒരു 3 മണിയായി. ഇതാ കാണുന്ന ഫ്രോസൺ ലേക്ക് ജുഡാക്ക തലാബ്. ഇതിന്റെ സൈഡിലാണ് ഇന്നത്തെ ക്യാമ്പ്. നേരെ ചെന്നപ്പോ തന്നെ നല്ല ചൂട് ചോറും പയറും പപ്പടവും ഉണ്ടായി. ചോറിനൊക്കെ എന്താ ടേസ്റ്റ്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ലേക്ക് കാണാൻ ഇറങ്ങി. ഫ്രോസൺ ലേക്ക് ആയതുകൊണ്ട് നടന്ന് നമുക്ക് പോവാം. പക്ഷെ അറ്റത്തേക്ക് പോകുമ്പോൾ അവിടെ ഇത്തിരി വാട്ടർ ഉണ്ട്. രാത്രി വരെ നമുക്ക് ആ ലേക്ക് കളിക്കുക, റീൽസ് എടുക്കുക, എന്ത് വേണേലും ചെയ്യാം. രാത്രി ആകുമ്പോൾ നല്ല തണുപ്പം. ഞങ്ങൾ ചായ മേടിച്ച് അവിടെ ഒരു ചായക്കടയിൽ ഇരുന്ന് ചൂടുകൊള്ളണേന്. ചായക്കടയിൽ മാത്രമേ ഇങ്ങനെ ചൂടുകൊള്ളാൻ പറ്റുള്ളൂ. നമുക്ക് അല്ലാതെ ഇങ്ങനെ കത്തിക്കാൻ പറ്റൂല, ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട്. എന്നിട്ട് ഞങ്ങൾ ചോറും കഴിച്ച്, ചോറിന് പരിപ്പറിയൊക്കെ തന്നെ വെജിറ്റബിൾ. എന്നിട്ട് ഒരു 9 മണിയായപ്പോ നേരെ കിടന്നുറങ്ങി. സ്ലീപ്പിംഗ് ബാഗ് ഒക്കെ ഇട്ട്. നല്ല തണുപ്പാണ് പുറത്ത്.